السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്നും അനുസരിക്കണമേ എന്നും എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിതത്തെ കടമകളോടും ബാധ്യതകളോടും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരോടും മനുഷ്യേതര ജീവികളോടും വ്യത്യസ്തങ്ങളായ രൂപത്തിൽ കടമപ്പെട്ടിരിക്കുന്നു. ഇത് ഇസ്ലാമിന്റെ ഒരു സാമൂഹികമായ നിരീക്ഷണമാണ്. ഇസ്ലാം വിജയകരമായ ഒരു സമൂഹത്തെ എങ്ങനെയാണ് വാർത്തെടുക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്നും വിജയകരമായൊരു സമൂഹത്തിന് അത്യാവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നും ആ ഘടകങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന രീതി അങ്ങനെയാണ്. കടമകളും കർത്തവ്യങ്ങളും ബാധ്യതകളും തമ്മിൽ ബന്ധിപ്പിച്ചു. അത് നിർബന്ധമാക്കുകയും ചെയ്തു, ഓരോരുത്തരും പരസ്പരം ചെയ്യേണ്ടത്. വളരെ മനോഹരമാണ് ഇസ്ലാമിന്റെ വ്യവസ്ഥിതികൾ. ഓരോന്നിനും ഓരോ മേഖലയും ഇസ്ലാം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നും ആ മേഖലയെ ഏറ്റവും ഭംഗിയാക്കാനും ഏറ്റവും പരിപൂർണമാക്കാനും ഏതൊക്കെ കാര്യങ്ങളെയാണ് ആ മേഖല കൈകാര്യം ചെയ്യേണ്ടവർ സൂക്ഷിക്കേണ്ടത് എന്ന് ഇസ്ലാം വളരെ സൂക്ഷ്മമായി പഠിപ്പിച്ചു. ഒരു കുടുംബം ശരിയാവാൻ, ആ കുടുംബം ശരിയാവലോടുകൂടി ഒരു സമൂഹം ശരിയാവാൻ, ഒരു സമൂഹം ശരിയാവലോടുകൂടി ഒരു നാട് ശരിയാവാൻ, ഒരു നാട് നന്നാവലോടുകൂടി ഒരു രാജ്യം നന്നാവാൻ, ഒരു രാജ്യം നന്നാവലോടുകൂടി അടുത്ത രാജ്യത്തിലേക്ക് അതിൻ്റെതായ മൂല്യങ്ങൾ കൈമാറാൻ തുടങ്ങി ഈ ലോകത്തിന്റെ ഏറ്റവും മൂല്യം നിറഞ്ഞ ഏറ്റവും സംസ്കാരപൂർണമായ അവസ്ഥയെ സൃഷ്ടിക്കാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുമ്പിൽ വെച്ച പാഠ്യ പദ്ധതി അത് മനോഹരമാണ്, സൂക്ഷ്മമാണ്, വ്യക്തമാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ ചിന്തിക്കാനും എത്ര കണ്ട് നാം സമയം ചെലവഴിച്ചു, എത്ര കണ്ട് നാം അതിലേക്ക് ഇറങ്ങി, പരിശുദ്ധ ഖുർആനിന്റെയും ആയാത്തുകളുടെയും ഇടയിലൂടെ നാം എത്ര സഞ്ചരിച്ചു എന്നുള്ളതാണ് നാം ഒന്ന് ആലോചിക്കേണ്ടത്. കാരണം അത്ര മനോഹരമായിട്ടാണ് ഇസ്ലാം ഈ രൂപത്തിലുള്ള ബന്ധങ്ങളെയും പരസ്പരമുള്ള കടമകളെയും കർത്തവ്യങ്ങളെയും നമ്മെ പഠിപ്പിച്ചത്. അതിൽ മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് സവിസ്തരം നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. അതെത്ര കണ്ട് പ്രധാനമാണ്. ഒരു സമൂഹത്തിന്റെ വിജയത്തിലെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരോടുള്ള കർത്തവ്യങ്ങൾ കടമകൾ പൂർത്തിയാക്കൽ എത്ര കണ്ട് നിർബന്ധമാണ് എന്നും നാം വിശദീകരിച്ചു.
തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും നമ്മെ പഠിപ്പിച്ച മറ്റൊരു കടമയാണ്, ബാധ്യതയാണ്, നാം നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കർത്തവ്യമാണ് കുടുംബക്കാരോടുള്ള ബാധ്യതകൾ. കുടുംബക്കാരോടുള്ള ബാധ്യതകൾ. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുന്നവരാണ് മനുഷ്യൻ. ഒറ്റപ്പെട്ട് ജീവിക്കൽ മനുഷ്യന് സാധ്യമല്ല. അവൻ എപ്പോഴും മറ്റൊരാളോട് അവൻ ആവശ്യക്കാരനാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ആവശ്യക്കാരനാണ്. ഒരാളെയും ഒരു നിലക്കും ബന്ധപ്പെടാതെ, ഒരാളിൽ നിന്നും ഒരു നിലക്കും ഒരു രീതിയിലുള്ള ഒരു ആവശ്യവും ആവശ്യപ്പെടാതെ, അല്ലെങ്കിൽ അവനുമായിട്ട് ഒരു നിലക്കും സഹകരിച്ചു പോവാതെ അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കൽ അസാധ്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നമ്മുടെ സഹോദരന്മാർ പൂർത്തിയാക്കി തരേണ്ടതുണ്ട്. അവരുമായി ബന്ധപ്പെടാതെ ഒരു മനുഷ്യന് ജീവിക്കൽ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരസ്പരമുള്ള ഈ ഒരു ബന്ധത്തിന് ഭംഗി കൂട്ടാൻ, ആക്കം കൂട്ടാൻ, അതിൽ കളങ്കം സംഭവിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നിർബന്ധമാക്കി. അതിന് ചില സ്റ്റെപ്പുകൾ അല്ലാഹു തീരുമാനിച്ചു, അല്ലാഹു നിശ്ചയിച്ചു. അതാണ് നമ്മൾ പറഞ്ഞത്. മാതാപിതാക്കൾ മുതൽ ഇങ്ങനെ വന്നു. കുടുംബക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതകൾ നിശ്ചയിച്ചു നമുക്ക്. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. ഇവിടെ കഴിഞ്ഞ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ തൗഹീദുമായിട്ടാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യൽ അള്ളാഹു കണക്ട് ചെയ്തത്. നാം പറഞ്ഞു പരിശുദ്ധ ഖുർആനിന്റെ രീതി അതാണ്. എന്തെങ്കിലും ഗൗരവപ്പെട്ട സംഗതികൾ അള്ളാഹു പറയുമ്പോൾ തത്തുല്യമായ ഗൗരവമുള്ള വിഷയത്തേക്ക് അള്ളാഹു ചേർത്തി പറയും. തൗഹീദിന്റെ വിഷയം പറഞ്ഞ് അള്ളാഹുമായി ബന്ധപ്പെട്ട റുബൂബിയത്തും ഉലൂഹിയത്തും ചർച്ച ചെയ്യുന്നിടത്ത് അള്ളാഹു ചില കാര്യങ്ങളെ ബന്ധിപ്പിച്ചു. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞതോടൊപ്പം ചേർത്ത് അള്ളാഹു പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കളോട് നിങ്ങൾ ഇഹ്സാൻ കാണിക്കണം, നന്മ ചെയ്യണം. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തെ ഇതിനോട് ചേർത്ത് പറയുന്നു. وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ. ദേവിഷയം അല്ലാഹു പറയാണ് وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيل. ബനി ഇസ്രായേലുകാരോട് നാം കരാറ് വാങ്ങിയ സന്ദർഭം. നാം കരാറിലായി ബനി ഇസ്രായേലുകാരോട്. എന്താണ് കരാർ? ഒന്നാമത്തെ കരാർ ലാ തഅബുദൂന ഇല്ലല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. ഇതടിസ്ഥാനമാണ്. ലാ തഅബുദൂന ഇല്ലല്ലാഹ്. ഇതിന്റെ പിന്നാണ് ബാക്കി എല്ലാം വരുന്നത്. അതെപ്പോഴും നമ്മൾ മറന്നു പോകരുത്. തൗഹീദിന്റെ താഴെയാണ് ബാക്കി എല്ലാം. തൗഹീദ് ഇല്ലാത്തവനോട് പിന്നെ ബാക്കി ഒരു നസീഹത്തും നമ്മൾ കാണിക്കില്ല. നമുക്കുള്ളത് അവരോട് തൗഹീദിനോടുള്ള നസീഹത്താണ്. അവരോടുള്ള ഉപദേശവും അവനോടുള്ള നിർദ്ദേശവും തൗഹീദിലേക്കാണ്. അല്ലെ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മുആദ്, നീ അവരെ ആദ്യം തൗഹീദിലേക്ക് ക്ഷണിക്കണം. അവരത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, അവർ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നൊരു ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയത്തിലേക്ക് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത് അവരോട് നീ നിസ്കാരത്തെ കൽപ്പിക്കണം. അപ്പം തൗഹീദ് അടിസ്ഥാനമാണ്. തൗഹീദ് ഉള്ളവരോടാണ് നമുക്ക് ഇസ്ലാമിന്റെ മറ്റ് വിഷയങ്ങൾ സംസാരിക്കാനുള്ളത്. തൗഹീദ് ക്ലിയർ ആയവരോടാണ് ഇസ്ലാമിന്റെ മറ്റ് ബാധ്യതകളും കടമകളും കടപ്പാടുകളും നമുക്ക് സംസാരിക്കാനുള്ളത്. തൗഹീദ് ശരിയാത്തവരോട് നമ്മൾ തൗഹീദ് ശരിയാക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം തൗഹീദ് ശരിയാവാതെ നിങ്ങൾ മറ്റ് കടമകളും കർത്തവ്യങ്ങളും പൂർത്തിയാക്കി എന്നതുകൊണ്ട് നാളെ ആഖിറത്തിൽ നിങ്ങൾക്കത് ഫലം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീല ലാ തഅബുദൂന ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് ബനി ഇസ്രായേലുകാരോട് നാം കരാർ വാങ്ങി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും നാം അവരോട് കരാർ വാങ്ങി. അപ്പൊ അള്ളാഹിന്റെ തൗഹീദിന്റെ തൊട്ടടുത്ത് അള്ളാഹു വീണ്ടും ഖുർആനിന്റെ മറ്റൊരായത്ത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ മൂന്നാമത്തെ അടുത്ത സ്റ്റെപ്പിൽ അള്ളാഹു അതേ ആയത്തിൽ അള്ളാഹു പറയാണ് വബിൽ വാലിദൈനി ഇഹ്സാനൻ
വദിൽ ഖുർബ, വദിൽ ഖുർബ, കുടുംബക്കാരോടും നിങ്ങൾ ഇഹ്സാൻ ചെയ്യണമെന്ന് ഞാൻ ബനി ഇസ്രായേലുകാരോട് കരാറ് വാങ്ങി. ചെറിയ വിഷയമല്ല, സിമ്പിളല്ല, നമ്മൾ കാണുന്നത് പോലെ സിമ്പിളല്ല അല്ലേ? നമ്മൾ വിചാരിക്കും എന്താ, നമ്മള് എന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്, ഞാൻ ആരോടും ചൊറക്കില്ല, ഞാൻ ആരോടും തെറ്റാനുമില്ല പിണങ്ങാനുമില്ല, എന്നാ നല്ലതിനുമില്ല അല്ലെ? അങ്ങനത്തെ ഒരു സമീപം സ്വീകരിക്കുന്ന ആളുകളുണ്ട്, നല്ല മാന്യന്മാർ. ഇല്ല, പരിശുദ്ധ ഖുർആൻ കുടുംബ ബന്ധം ചേർക്കാൻ നമ്മളോട് പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ തൗഹീദിനോട് ചേർത്ത് അള്ളാഹു ഈ വിഷയവും പറഞ്ഞു. വദിൽ ഖുർബ, കുടുംബക്കാരോട് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. വദിൽ ഖുർബ, ഖുർബ എന്ന് പറഞ്ഞാൽ അടുത്ത ആളുകൾ, കുടുംബക്കാർ. വ്യത്യസ്തങ്ങളായ രൂപത്തിൽ കുടുംബക്കാരെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കുടുംബക്കാർ, സിലത്തുർ റഹീം, കുടുംബ ബന്ധം ചേർക്കൽ വലിയ ഗൗരവപ്പെട്ട വിഷയമാണ് പ്രിയപ്പെട്ടവർ, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയാണ് നന്മ എന്താണ് എന്ന്. അള്ളാഹു പറയാണ് എന്താണ് നന്മ. അവിടെ അള്ളാഹു പറഞ്ഞു ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. അതായത് ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കഅബയിലേക്ക് തിരിഞ്ഞു. അപ്പൊ നമുക്ക് മുശ്രിക്കീങ്ങൾക്ക് അത് പറഞ്ഞു, അങ്ങോട്ട് തിരിയ ഇങ്ങോട്ട് തിരിയ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അള്ളാഹു പരിശുദ്ധ ഖുർആനിലേക്ക് മറുപടി പറഞ്ഞു ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങൾ അങ്ങോട്ട് തിരിയലോ ഇങ്ങോട്ട് തിരിയ അതൊന്നല്ല പുണ്യം, അള്ളാഹുവിന്റെ നിയമമാണ്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും കിതാബുകളിലും റസൂലുകളിലും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്മ വആതുൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ, അവർ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്റെ കുടുംബക്കാർക്ക് അത് നൽകലാണ്. അവിടെ പറഞ്ഞ വിഷയം പറഞ്ഞു നോക്കിയേ, നന്മ എന്താണ് എന്ന് അള്ളാഹു നിർവചിക്കുകയാണ്. അള്ളാഹു നന്മ എന്താണ് നിർവചിച്ചു. സമ്പത്തിനോട് അവർക്ക് ഇഷ്ടമുണ്ട്. ആർക്കാ സമ്പത്തിന് ഇഷ്ടമില്ലാത്ത? സമ്പത്തിനോട് ആഗ്രഹമുള്ളതോടൊപ്പം അവർ അവരുടെ കുടുംബക്കാർക്ക് അത് നൽകുന്നവരാണ്. സമ്പത്തിനോട് ഇഷ്ടമുള്ളതോടൊപ്പം അവർ അവരുടെ കുടുംബക്കാർക്ക് അത് നൽകുന്നവരാണ്. സമ്പത്ത് കുടുംബക്കാർക്ക് നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇബ്ദ ബിമൻ തഊൽ, നിങ്ങൾ സദഖ നൽകുമ്പോൾ നിങ്ങളെ കുടുംബക്കാരിൽ നിന്ന് തുടങ്ങണം. ഏതാണ്ട് വേറെ എവിടെയോ ഉള്ള ആൾക്ക് അയച്ചു കൊടുക്കലല്ല. അനിയന്മാരുണ്ടാവും, ഏട്ടന്മാരുണ്ടാവും, അടുത്ത കുടുംബക്കാരുണ്ടാവും, സ്വന്തം വീട്ടിലുള്ള താമസിക്കുന്ന ആളുകളുണ്ടാവും. ഉമ്മ മുതൽ അങ്ങനെ തുടങ്ങണം സദഖ. ഉമ്മാക്ക് നല്ല പൈസക്ക് ആവശ്യം ഉണ്ടാവും, പക്ഷെ മോൻ 10,000 അയച്ചു കൊടുക്കുക, വാട്സപ്പിലെ സ്റ്റാറ്റസ് കണ്ട വേറെ ആയിരിക്കോ? അതിനൊക്കെ ഒരു തർത്തീബുണ്ട്. ഉപ്പാക്ക് ചിലപ്പോൾ ചില്ലറ പൈസ അത്യാവശ്യം ഉണ്ടാവും, എന്തെങ്കിലും പൈസ മോൻ തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഉപ്പ. അങ്ങനെ ഇരിക്കുകയാണ് മോൻ ഭയങ്കര ഉദാരൻ, അവിടെ ഇവിടെയൊക്കെ പൈസ കൊടുക്കുന്നത്. എന്തിനാ? ഇത് പബ്ലിസിറ്റി. അപ്പുറം ഇപ്പുറൊക്കെ ഇന്നാക്ക് ഇത്ര കൊടുത്തു, ഇന്ന് ഇതിലേക്ക് ഇത്ര ഫണ്ട് കൊടുത്തു എന്നെടുത്ത്. ഉപ്പാക്ക് 1,000 റുപ്യന്റെ ആവശ്യമുണ്ട്, ആ മോന്റെ അടുത്ത് നിന്ന് കിട്ടാനില്ല. ഉമ്മാക്ക് 500 റുപ്യന്റെ ആവശ്യമുണ്ട്, മോന്റെ അടുത്ത് നിന്ന് കിട്ടാനില്ല. മോൻ 10,000 റുപ്യ ഇന്ന് ഫണ്ട് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫോട്ടോ പേപ്പറിൽ അച്ചടിച്ച് വന്നു, അതിന്റെ ഫ്ലക്സ് റോഡിന്റെ സൈഡിൽ പൊങ്ങി. ഭയങ്കര ഉദാരൻ. അല്ലാഹു റസൂൽ പറഞ്ഞു ഇബ്ദ ബിമൻ തഊൽ, നിങ്ങൾ സദഖ കൊടുക്കുമ്പോൾ നിങ്ങളെ കുടുംബക്കാരിൽ നിന്ന് തുടങ്ങി. ഇതൊന്നും പ്രഹസനമാവരുത് പ്രിയപ്പെട്ടവരെ. കുടുംബക്കാരെ പരിഗണിക്കണം, കുടുംബക്കാരെ പരിഗണിക്കണം. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. കുടുംബക്കാരെ പരിഗണിക്കണം. പണ്ഡിതന്മാർ കുടുംബ ബന്ധത്തെ 3ആയിട്ട് അവർ തരംതിരിച്ചു. തൻഖസിമു ഇലാ 3 അഖ്സാം, 3 കാറ്റഗറിയാക്കി അവർ മാറ്റി കുടുംബം. എന്നിട്ട് ഒന്നാമത് അവര് പണ്ഡിതന്മാർ പറഞ്ഞു അർ റഹിമുൽ അസ്ലിയ, അടിസ്ഥാനപരമായ കുടുംബ ബന്ധം. എന്താണ് അതിൽ പെടുക? വഹുമ അൽ അബവാൻ വമാ യത്തസിലു ബിഹിമാ മിനൽ ഖറാബ, 2 ഉപ്പയും ഉമ്മയും അവരുമായി ബന്ധപ്പെട്ടത്. ഉപ്പപ്പ ഉമ്മമ്മ, അങ്ങോട്ട് മേലോട്ട് അങ്ങോട്ട്. ഉപ്പ ഉമ്മയുമായി ബന്ധപ്പെട്ട നമ്മളെ കാരണവന്മാര് അല്ലെ, കാരണവന്മാരെന്നല്ല പറയാം, ഉപ്പാരെ ഇളയപ്പ മൂത്താപ്പന്മാര്, മാമൻ മാമിമാര്, ഉമ്മാരെ സഹോദരന്മാര് സഹോദരിമാര്, ഇതൊക്കെ അടിസ്ഥാന ഒരു കുടുംബത്തിന്റെ അച്ചുതണ്ടാണ് ഇവർ അല്ലെ. ഇവരിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പൊ ഒന്നാമത്തത്
അർറഹിമുൽ അസ്ലി, അടിസ്ഥാനപരമായ കുടുംബം, ഉപ്പ ഉമ്മ, അവരുമായി ബന്ധപ്പെട്ടത്. ഒന്നാമത്തെ കാറ്റഗറിയാണ്. നമ്മൾ കുടുംബ ബന്ധം വളരെ വ്യവസ്ഥാപിതമായിട്ട് നമ്മൾ പാലിക്കുകയാണ് എങ്കിൽ ആ കുടുംബം വളരെ മനോഹരമായിരിക്കും. ഓരോരുത്തർക്കും നൽകേണ്ട അർഹതപ്പെട്ട അവകാശവും സ്നേഹവും ബഹുമാനവും നൽകുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ച അതേ ഔലവിയത്ത് പരിഗണിച്ചുകൊണ്ട്, അതേ ഓർഡർ പരിഗണിച്ചുകൊണ്ട് ഓരോരുത്തർക്കും നൽകേണ്ട അവകാശങ്ങൾ നൽകാനൊരുങ്ങിയാൽ ഒരു കുടുംബം അത്രമേൽ മനോഹരമായിരിക്കും. ഇവിടെ നോക്കി, അടിസ്ഥാന കുടുംബം എന്താണ്? ഉപ്പ ഉമ്മ, അവരുമായി ബന്ധപ്പെട്ടത്. ആ ഭാഗം അത് ക്ലിയർ ആവണം. ഉപ്പാനോടും ഉമ്മാനോടും ഏറ്റവും നല്ല രൂപത്തിൽ, അതോടൊപ്പം അവരുമായി ബന്ധപ്പെട്ടവർ. രണ്ടാമത്തത് അർറഹിമുൽ ഫറഇയ്യ, അതായത് വഹും അൽ അബ്ന, മക്കൾ, വൽ അഹ്ഫാദ്, പേരമക്കൾ, ഫമാ നസൽ, അവരും താഴോട്ട് നമ്മുടെ മക്കളെ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബം. അത് രണ്ടാമത്തതാണ്. മൂന്നാമത്തത് അർറഹിമുൽ ആമ്മ, പൊതുവായ കുടുംബ ബന്ധം. അതിൽ പണ്ഡിതന്മാരെ പറഞ്ഞത് വഹും അമൂമുൽ മുസ്ലിമീൻ, പൊതു മുസ്ലിമീങ്ങൾ. ആരൊക്കെയാണവർ? യജ്മഊന ബൈനഹും കലിമത്തു തൗഹീദ്, കലിമത്തു തൗഹീദിന്റെ വിഷയത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ. അതായത് തൗഹീദിന്റെ വിഷയത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ അവരൊരു കുടുംബമായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയത്. ഒരു കുടുംബമാണ് തൗഹീദിന്റെ ആളുകൾ. നമുക്ക് കുടുംബപരമായിട്ട് നമുക്ക് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ തൗഹീദിന്റെ വിഷയത്തിൽ നമ്മളൊരു കുടുംബക്കാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ, പൊതു മുസ്ലിമീങ്ങൾ എന്ന വിഷയത്തിൽ നമ്മൾ കുടുംബക്കാരാണ്. ഈ 3 കാറ്റഗറി ആയിട്ട് പണ്ഡിതന്മാർ കുടുംബ ബന്ധത്തെ വേർതിരിച്ചു. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കുടുംബ ബന്ധത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കെല്ലാം അറിയുന്ന ഒരു ഹദീസാണ്, എല്ലാവരും ചെറുപ്പത്തിലേ കേട്ട ഹദീസാണ്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആരാണ്? ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗവുമായി ബന്ധപ്പെട്ട അല്ലാഹു റസൂൽ സംസാരിച്ച കൂട്ടത്തിൽ ഒന്ന്, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിലേക്കില്ല. അവൻ സ്വർഗത്തിലേക്കില്ല. ചിന്തിച്ചു നോക്കണം. ഒരു മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന എല്ലാ നന്മകളുടെയും ഉത്ഭവമായ ഒരു അവസ്ഥയാണ് കുടുംബം. ഒരു കുടുംബത്തിൽ നിന്നാണ് നന്മകൾ ഉണ്ടാകുന്നത്. ഒരു കുടുംബത്തിൽ നിന്നാണ് കടമകളും കർത്തവ്യങ്ങളും പൂർത്തിയാക്കപ്പെടുന്നത്. ആ കുടുംബത്തിലാണ് ഉമ്മയുള്ളത്, ആ കുടുംബത്തിലാണ് ഉപ്പയുള്ളത്, ആ കുടുംബത്തിലാണ് വല്യപ്പയുള്ളത്, ആ കുടുംബത്തിലാണ് വല്യമ്മയുള്ളത്, ആ കുടുംബത്തിലാണ് മക്കള് പേരക്കുട്ടികളുള്ളത്, ആ കുടുംബത്തിലാണ് ഈ പറഞ്ഞ എല്ലാവരും ഉള്ളത്. കുടുംബ ബന്ധം മുറിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ ശതമാനം കടമകളെയും കർത്തവ്യങ്ങളെയും പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും കൽപ്പനകളെ അവൻ പുച്ഛിച്ച് തള്ളിയവനാണ്. ഒറ്റ വാക്കിൽ എന്ന് പറയണം. കാരണം എനിക്ക് കുടുംബത്തോടൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവന് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളോട് പ്രാധാന്യമില്ല, അവൻ ഹദീസുകളോട് പുച്ഛമാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും അത്രമേൽ വില കൊടുത്തൊരു കുടുംബ ബന്ധം, അതിനോട് വലിയ താല്പര്യമൊന്നും അവനില്ല. അപ്പം ഒരൊറ്റ കാര്യം ചെയ്യലോട് കൂടി തിന്മകളുടെ കൂമ്പാരമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തോട് അവൻ മുറിക്കാൻ, അവരായിട്ട് യാതൊരു ബന്ധമില്ല. അവരിലുള്ള ഓരോരുത്തരോടും അവൻ ബന്ധം മുറിച്ചവനായി. ഒരു വീട്ടുകാരോട് ഞാൻ ബന്ധം മുറിക്കാണ്, അവരായിട്ട് യാതൊരു ബന്ധമില്ല. ആ വീട്ടിലുള്ള ഉപ്പയായിട്ടും എനിക്ക് ബന്ധമില്ല, ആ വീട്ടിലുള്ള ഉമ്മയായിട്ടും എനിക്ക് ബന്ധമില്ല, ആ വീട്ടിലുള്ള മക്കളായിട്ട് എനിക്ക് ബന്ധമില്ല. മുസ്ലിമീങ്ങളായ മുവഹിദീങ്ങളായ ഒരു കുടുംബത്തോട് കുടുംബ ബന്ധം മുറിക്കുന്നവൻ ചെയ്യുന്നത് വലിയ തിന്മയാണ്. അവൻ സമൂഹത്തിൽ എത്ര മാന്യനായി ജീവിച്ചാലും ശരി, സമൂഹത്തിൽ എത്ര വലിയ മാന്യനായി ജീവിച്ചാലും ശരി, അവൻ കോടികൾ സമൂഹത്തിൽ ചെലവഴിച്ചാലും ശരി, സ്വന്തം കുടുംബത്തിന്റെ വിഷയത്തിൽ അത് ചേർക്കുന്ന വിഷയത്തിൽ അവൻ കാണിക്കുന്ന രീതി അത് ശരിയല്ല എങ്കിൽ അവൻ എത്ര മാന്യനായാലും ശരി, അവന്റെ മാന്യത അത് കള്ളമാണ്, സത്യസന്ധത ഇല്ലാത്ത മാന്യതയാണ്. അവന്റെ കുടുംബത്തോട് കാണിക്കണം. അവന്റെ ഉപ്പയിൽ തുടങ്ങി ഉമ്മയിൽ തുടങ്ങി അവന്റെ താഴെയുള്ള ഓരോ കുടുംബാംഗങ്ങളോടും സ്നേഹവും സഹകരണവും, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിലും, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയത്തിലും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിഷയത്തിലും ഇവൻ മുമ്പിൽ ഉണ്ടാവണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലെ, സ്വന്തം കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കാത്തവൻ,
സ്വന്തം വേണ്ടപ്പെട്ടവരുടെ പ്രശ്നം പരിഹരിക്കാത്തവൻ, സ്വന്തം കുടുംബക്കാരുടെ അവസ്ഥകൾ അറിയാത്തവൻ, സ്വന്തം കുടുംബക്കാരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ് മനസ്സ് വേദനിക്കാത്തവൻ, ഇവൻ നാട്ടിലിറങ്ങിയിട്ട് പരിഷ്കാരം ഉണ്ടാക്കാൻ ഒരുങ്ങാണ്. ഇവൻ നാട്ടിലിറങ്ങിയിട്ട് നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരുങ്ങാണ്. സ്വന്തം കുടുംബത്തിൽ പ്രശ്നങ്ങൾ 100 പ്രശ്നങ്ങളാണ്, അത് പരിഹരിക്കാൻ അവർക്ക് സമയമില്ല, അതൊന്നും ഇടപെടാൻ അവന് സമയമില്ല, അതിനെന്തെങ്കിലും ചെലവഴിക്കാൻ അവന്റെ അടുത്ത് പൈസയില്ല, അവൻ ഒരുക്കുമല്ല. എന്നിട്ട് നാട്ടുകാരുടെ പ്രശ്നത്തിന് ഇടപെടാൻ അവന്റെ സത്യസന്ധ. ഞാൻ പറഞ്ഞു, ഓരോ കാര്യത്തിലും ഏൽപ്പിക്കുമ്പോൾ അവന്റെ കുടുംബത്തിനും ആലോചിക്കണം. അവന്റെ കുടുംബം അവൻ എത്ര കണ്ട് ഭംഗിയോടുകൂടിയാണോ നടത്തിക്കൊണ്ടു പോകുന്നത്, അവരൊരു സമൂഹത്തെ നടത്തിക്കൊണ്ടു പോവാൻ അവൻ യോഗ്യനാണ്. ഒരു ഭംഗിയായിട്ട് ഒരു കുടുംബത്തെ നടത്തുന്ന ഒരു കുടുംബനാഥനാണോ അവൻ ഒരു സമൂഹത്തെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാൻ കഴിവുള്ളവനാണ്. എല്ലാം ഓനെ കൊണ്ട് നടക്കൂല. വേറെന്തോ ലക്ഷ്യം അവന്റെ പിന്നിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വേറെന്തോ ലക്ഷ്യം, അതേത് കൂട്ടായ്മ ആയിക്കോട്ടെ, എന്തൊരു സെറ്റപ്പ് ആയിക്കോട്ടെ, അതിനെ ഭംഗിയായിട്ട് അതിൻ്റെ അകത്തുള്ള ആളുകളെ നല്ല രൂപത്തിൽ സുൽഹോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോവാൻ ഒരുത്തനെ സാധിക്കുകയുള്ളൂ. അവന്റെ ഉപ്പാനോടും ഉമ്മാനോടും അവന്റെ കുടുംബക്കാരോടും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരും അവരുടെ രീതി ഏറ്റവും ഭംഗിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നവരുമായിരിക്കും. എല്ലാത്തത് കയ്യില. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, അഹ്ലുൽ ജന്നതി സലാസത്തുൻ, സ്വർഗാവകാശികൾ 3 കൂട്ടരാണ്. സ്വർഗാവകാശികൾ 3 കൂട്ടരാണ്. അതിൽ ഒന്ന് ദൂ സുൽത്താനിൻ മുഖ്സിത്തിൻ മുതസദ്ദിഖിൻ മുവഫ്ഫിഖിൻ, ഒന്ന് ഭരണാധികാരി, സത്യസന്ധനായ, സദഖ നൽകുന്ന, നീതിമാനായ, തൗഫീഖ് നൽകപ്പെട്ട ഒരു ഭരണാധികാരി, അവൻ സ്വർഗത്തിലാണ്. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി, വറജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബ് ലികുല്ലി ദീ ഖുർബ, ഒരു മനുഷ്യനാണ്. എന്താണ് അവന്റെ പ്രത്യേകത? റഹീമുൻ, അവൻ കരുണയുള്ളവനാണ്. അവൻ കരുണയുള്ളവനാണ്. റഖീഖുൽ ഖൽബ്, മൃദുവായ ഹൃദയമുള്ളവനാണ്, ഒരു മൃദു സ്വഭാവമുള്ളവനാണ്. ആരോടാ? ലികുല്ലി ദീ ഖുർബ, അവനുമായി ബന്ധപ്പെടുന്ന കുടുംബക്കാരോടും മറ്റും അവൻ സ്നേഹമുള്ളവനാണ്. കുടുംബക്കാരോട് സ്നേഹമുള്ളവൻ. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എങ്ങനെയെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ ഓടിയെത്തുന്നവൻ. അല്ലാതെ എനിക്ക് കയ്യിലോട്ടോ ഇപ്പൊ നമുക്ക് അല്ലെ എങ്ങനെയെങ്കിലും ഒഴിവാവാം, കുടുംബക്കാർ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ റീൽസുകൾ കാണും, ആർക്കെങ്കിലും ആവശ്യം വന്നാൽ പ്രവാസി വിളിക്കും, അവർക്ക് വേറൊന്നും അറിയണ്ട, നന്മയാണ്, നമുക്ക് കഴിയുന്നിടത്തോളം ചെയ്തെടുക്കുക അല്ലെ. അതുകൊണ്ട് കുടുംബക്കാരെങ്ങനെയാണ്, അതുകൊണ്ട് പ്രവാസികളെ നിങ്ങൾ ആരും ആർക്കൊന്നും അയച്ചു കൊടുക്കാൻ നിൽക്കണ്ട, ആർക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട, തിരിച്ചൊന്നും കിട്ടുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുക. ഇപ്പത്തെ റീൽസുകളൊക്കെ അങ്ങനെയാ, പ്രവാസികളെ എല്ലാവരും അങ്ങനെയാക്കുക ഇങ്ങനെയാക്കുക, അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്താണ് തിരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവർ? അള്ളാഹുവിൽ നിന്നല്ലാതെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് കുടുംബക്കാരെല്ലാവരും പൂമാല ഇട്ട് നിങ്ങളെ സ്വീകരിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നാളെ ആഖിറത്തിൽ നിങ്ങളെ കൂടെ ഉണ്ടാവില്ല. ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഇതിനല്ല. ഒരു നിലക്ക് അവസ്ഥ അങ്ങനെ ആവാം. ആവശ്യക്കാരൻ നമ്മളോട് ആവശ്യം പറയാം, ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ആ അഡ്രസ്സേ ഇല്ല, ആയിക്കോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് ലഭിക്കുന്ന നന്മക്ക് പകരമായിട്ട് അങ്ങോട്ട് സമ്മാനവുമായിട്ട് പോകുന്നവനല്ല കുടുംബം ചേർക്കുന്നവൻ, ഇങ്ങോട്ട് മുറിക്കുന്നവരെ അങ്ങോട്ട് ചേർക്കുന്നവനാണ്. ഇങ്ങോട്ട് മുറിക്കുന്നവരോട് അങ്ങോട്ട് ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റജുലൻ ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി ഖറാബതൻ, എനിക്ക് കുടുംബക്കാരുണ്ട് നബിയെ, എനിക്ക് കുറച്ച് കുടുംബക്കാരുണ്ട്. നമ്മൾ അതായിട്ട് റിലേറ്റ് ചെയ്താൽ മതി നമ്മുടെ അവസ്ഥകൾ. ഇന്നലി ഖറാബതൻ, എനിക്ക് കുറച്ച് കുടുംബക്കാരുണ്ട്. എന്താണ് പ്രശ്നം? അസ്ഇലുഹും വയഖ്തഊനി, ഞാൻ അവരോട് കുടുംബബന്ധം ചേർക്കണം. ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ അയച്ചു കൊടുക്കും, ഞാൻ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും. എന്തെങ്കിലും ഗ്രൂപ്പിൽ അവരുടെ പ്രശ്നങ്ങൾ കണ്ടാൽ ഞാൻ പെട്ടെന്ന് തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. എന്നിട്ട് ഞാൻ നമ്മളെ ഭാഷയിൽ പറയാണ്. ആ സഹാബി വന്നിട്ട് പറഞ്ഞെന്താ? അസ്ഇലുഹും, ഞാൻ അവരോട് കുടുംബം ചേർക്കും, വയഖ്തഊനി, അവർ എന്നെ മുറിക്കും. ഞാൻ അവർക്ക് നന്മ ചെയ്യണം, പക്ഷെ അവർ ഇങ്ങോട്ട് അങ്ങനെ ഒന്നും കാണുന്നില്ല. അവരെന്റെ ഭാര്യനോട് അങ്ങനത്തെ വലിയ സമീപനം ഒന്നും കാണുന്നില്ല. എന്റെ ഉമ്മാനോട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല.
അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടവരോട് അവരങ്ങനെ കാണിക്കുന്നത്, പക്ഷെ ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ്. സഹാബി പറയാണ്, എന്നിട്ട് ആ സഹാബി പറയാണ്, ഞാൻ അവരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നു, അവർ എന്നിലേക്ക് മോശമായിട്ടാണ് പെരുമാറുന്നത്, അവർ എന്നോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. ഞാൻ അവരോട് നല്ല വാക്കുകൾ പറയുന്നു, അവരോട് നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു, പക്ഷേ ഇങ്ങോട്ടുള്ളത് മോശമാണ് നബിയെ. നബിനോടാ പറയുന്ന പരാതി, നബിനോടാ പറയുന്നത് ഇങ്ങോട്ടുള്ളത് മോശമാണ് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആ മനുഷ്യനോട്, ഫഖാല ലഇൻ കുൻത കമാ ഖുൽത, നീ പറഞ്ഞ പ്രകാരമാണ് കാര്യമെങ്കിൽ, നീ അങ്ങോട്ട് നല്ല രൂപത്തിൽ അവരോട് പെരുമാറാൻ ശ്രമിക്കുന്നു, നീ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു, പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു ലഭിക്കുന്നത് മോശമാണ്, അവർ നിന്നോട് മോശമായിട്ടാണ് പെരുമാറുന്നത്, ഇതാണ് അവസ്ഥ എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുസിഫുഹുമുൽ മല്ല, നീ അവരെ തീറ്റിക്കുന്നത് ചൂടുള്ള തിളച്ച അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചാരമാണ് നീ അവരെ തീറ്റിക്കുന്നത്. അതായത് ഹദീസിന്റെ പൊരുൾ, നീ അവരെ വലിയ കുറ്റക്കാരാക്കി, അതായത് നീ അവരോട് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും അവർ നിന്നോട് മോശമായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് വലിയ തിന്മയാണ്, നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷക്ക് അവർ കാരണക്കാരനാവും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ യസാലു മഅക മിനല്ലാഹി വഹീറുൻ അലീം, നീ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു സഹായി എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തസിഫുഹുമുൽ മല്ല എന്ന് പറഞ്ഞാൽ നീ അവരെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നീ അവരെ കൊണ്ടുപോകുന്നത്. കാരണം അവർ നിന്നോട് മോശമായിട്ട് പെരുമാറുക, നീ വീണ്ടും നന്മ ചെയ്യുക, അവർ നിന്നോട് കുടുംബ ബന്ധം പുലർത്തുന്ന ശ്രമിക്കുന്നതില്ല, പക്ഷെ നീ അങ്ങോട്ട് പോവാണ്. പിന്നെ നീ ക്ഷണിച്ചൊരു ക്ഷണത്തിന് അവർ സ്വീകരിച്ചിട്ടില്ല, അവർ നിന്നോട് അവഗണന കാണിച്ചു. നീ ക്ഷണിച്ച നിന്റെ വീട്ടിലുള്ളൊരു ദഅവത്ത്, നിന്റെ വീട്ടിലൊരു ഫംഗ്ഷന് വേണ്ടി നീ ക്ഷണിച്ചു, പക്ഷെ അവരാരും നിന്റെ വാക്കിനെ മുഖവിലക്കെടുത്തിട്ടില്ല, നിന്നെ പരിഗണിച്ചിട്ടില്ല, വന്നിട്ടില്ല. പക്ഷേ അവരെന്തോ ഒരു പരിപാടി വന്നപ്പോ നീ അങ്ങോട്ട് പോയി വീണ്ടും, നമുക്ക് തോന്നും അത് നമ്മളെ മാന്യതക്കെതിരാണ്. അല്ലാഹു റസൂൽ പറയാണ്, കുടുംബ ബന്ധം ചേർക്കലാണത്. നീ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അവരെ തീക്കനൽ തീറ്റിക്കുകയാണ് നീ, അവരെ വീണ്ടും വീണ്ടും മോശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, അവർ വലിയ തിന്മയിലാണ് അവർ നിലനിൽക്കുന്നത് എന്ന്. അപ്പം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക, തിരിച്ച് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ അള്ളാഹുവിന്റെ പ്രതീക്ഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ കുടുംബ ബന്ധം വരും. എവിടെയാ വരാറിയോ? അർശിന്റെ താഴെ കുടുംബ ബന്ധം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരും. എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആ മനുഷ്യന്റെ വിഷയത്തിൽ കുടുംബ ബന്ധം പറയും, അള്ളാഹുവേ, ഇവൻ എന്നെ മുറിച്ചവനാണ്, നീ ഇവനെ മുറിക്കണം. ഇവൻ എന്നെ മുറിച്ചവനാണ്, നീ ഇവനെ മുറിക്കണം. സ്വർഗം കൊടുക്കരുത് അള്ളാഹുവേ എന്ന് കുടുംബ ബന്ധം നാളെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയും. അല്ലാഹു റസൂൽ പറയാണ്, അർറഹിമു മുഅല്ലഖും ബിൽ അർശ്, അർശുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് കുടുംബ ബന്ധത്തെ. അത്ര വലിയ ഗൗരവപ്പെട്ട സംഗതിയാണ് കുടുംബ ബന്ധം. സ്വർഗത്തിലേക്ക് കടക്കാനിരിക്കുന്നവനോട് കുടുംബ ബന്ധം അള്ളാഹിനോട് പറയും, അള്ളാഹു ഇവനെ സ്വർഗത്തിലേക്ക് കടക്കരുത്, ഇവൻ എന്നെ മുറിച്ചവനാണ്. ഇവൻ സ്വന്തമായിട്ട് ജീവിച്ചു, കുടുംബത്തെ ആരെയും ഇവർ പരിഗണിച്ചില്ല, ആരെയും ഇവന് സ്നേഹിച്ചില്ല, ആരോടും ഇവനൊരു സഹകരണ മനോഭാവവും ഇവനിൽ ഉണ്ടായിട്ടില്ല, ആരോടും ഒരു വാത്സല്യവും ഇവനുണ്ടായിട്ടില്ല. ഇവൻ കുടുംബ ബന്ധം മുറിച്ച് അവന് തോന്നിയതുപോലെ ജീവിച്ചവനാണ്, അതുകൊണ്ട് മുറിച്ചു കളയല്ല. ഇനി കുടുംബ ബന്ധം ചേർത്തിട്ടാണ് ഒരാള് വരുന്നത് എങ്കിൽ സ്വർഗത്തിന്റെ മുന്നിൽ നിന്ന് കുടുംബ ബന്ധം അള്ളാഹുവിനോട് പറയുമേ, അള്ളാഹ് ഇവൻ എന്നെ ചേർത്തവനാണ്, നീ ഇവനെയും ചേർക്കല്ലാ സ്വർഗത്തിലേക്ക്. കുടുംബ ബന്ധം പറയും. നമ്മൾ ആലോചിക്കണം, നാളെ കുടുംബ ബന്ധം അള്ളാഹുവിനോട് എന്റെ വിഷയത്തിൽ എന്ത് പറയുമെന്ന് നമ്മൾ ആലോചിക്കുക. എന്റെ വിഷയത്തിൽ കുടുംബം എന്തായിരിക്കും പറയാ? നമ്മൾ പിണങ്ങി നിൽക്കുന്ന കുടുംബക്കാർ എത്ര പേരുണ്ട്? ചെറിയ എന്തെങ്കിലും വാക്കിന്റെ പേര്, ചെറിയ എന്തെങ്കിലും വിഷയത്തിന്റെ പേര്. പ്രിയപ്പെട്ടവരെ, നമ്മെ അതിൽ നിന്നും തിരുത്താൻ പരിശുദ്ധ ഖുർആനും ഹദീസും അല്ലാതെ മറ്റൊന്നുമില്ല, വേറൊന്നുമില്ല. മനുഷ്യന്റെ തുബഈയായ ചിന്തകൾ നമുക്കതിൽ ഉപകരിക്കൂല. അതായത് നമ്മളോട് ഇങ്ങോട്ട് ചെയ്തതിനോട് അങ്ങോട്ട് ഒരു പ്രയാസം ഉണ്ടാവാന്നുള്ളതാണ്.
അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തിയവനോട് തിരിച്ചങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ മനസ്സ്. പക്ഷെ പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ അതിൽ നിന്ന് തിരുത്താണ്. അങ്ങനെ ചെയ്യല്ലേ. അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കണം. കുടുംബത്തിൽ നമ്മൾ അതൊരു ചാർട്ട് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഭയങ്കര പ്ലാനിങ്ങും അതും ഇതും. പ്ലാനിങ് വേണം ഇതിന്. ലീവിന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ, നമ്മളെ പോലുള്ള ആളുകൾ ലീവിന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ കുടുംബത്തിൽ നാം നിർബന്ധമായിട്ടും പോയി കാണേണ്ടവർ അവരെ നേരിട്ട് പോയി കണ്ടും എന്തെങ്കിലും പ്രശ്നവും പ്രയാസവുമായിട്ട് ജീവിക്കുന്നവരോട് എങ്ങനെയാണോ നമുക്ക് അവരുടെ കാര്യങ്ങൾ ഇടപെടാൻ പറ്റുക അങ്ങനെ. ഇനി അതല്ല, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ആ രൂപത്തിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം. കഴിഞ്ഞ വർഷം നിശ്ചിതമായ എൻ്റെ ലീവിന്റെ ഉള്ളിൽ എനിക്ക് ഇന്ന ആളുകളെ കാണാൻ പറ്റില്ല, ഇപ്രാവശ്യം അത് കവർ ചെയ്യണം. ആ പ്ലാനുകൾ നമുക്ക് വേണം. അള്ളാഹു നമ്മളെ നോക്കി മലക്കുകളോട് സന്തോഷം പറയുന്ന പ്ലാനിങ് ആണിത്. കാരണം പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ആയാത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബ ബന്ധം ശരിയാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കാണ് ഒരു മുസ്ലിം. ഇന്ന ആളുകളെ എനിക്ക് പോയി കാണണം. എൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. എൻ്റെ ഉമ്മക്ക് ഇഷ്ടമുള്ള ആളുകളായിരുന്നു അവർ. എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഇപ്പൊ ഇവരൊന്നും കാണാനില്ല. എവിടെ പോയി ഇവർ? അന്വേഷിക്കണം. ഉപ്പാനോട് ഉമ്മാനോട് സ്നേഹമുള്ള മക്കൾ, മാതാപിതാക്കളോടുള്ള നന്മ ചെയ്യലിൽ ഒരു സഹാബി ഒന്ന് ചോദിച്ചു, നബിയെ, മരിക്കലോടുകൂടി അവരോടുള്ള നന്മ തീർന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, നീ അവർക്ക് വേണ്ട സദഖ നൽകണം. അവരിലൂടെ മാത്രം ചേരുന്ന ബന്ധങ്ങളെ നീ ചേർക്കണം. അവരിലൂടെ മാത്രം ചേരുന്ന. ഉമ്മാക്ക് കുറച്ച് ഫക്കീർമാരായ കൂട്ടുകാരുണ്ടായിരുന്നു. എപ്പോഴും അവർ വീട്ടിലേക്ക് വരുമായിരുന്നു. ഉമ്മ എന്തെങ്കിലും ചില്ലറ കൊടുക്കുമായിരുന്നു. ഉമ്മ മരിക്കലോടുകൂടി അവരാരും വരുന്നില്ല, അവരെവിടെയോ പോയി. അന്വേഷിക്കണം. ഉമ്മാന്റെ കൂട്ടുകാരികൾ, ഉപ്പാന്റെ കൂട്ടുകാരന്മാര്, ഉപ്പുണ്ടാകുമ്പോ എപ്പോഴും ഇന്ന് കാക്ക വരും. ഉപ്പുണ്ടാകുമ്പോ എപ്പോഴും ഇന്നാള് വരും. ഉപ്പ എപ്പോഴും ഇന്നാളെ വിളിക്കുന്ന കാണാം. ഉപ്പ എപ്പോഴും ഇന്നാളടുത്തേക്ക് പോകുന്ന കാണാം. ഉപ്പ മരണപ്പെട്ടു, അങ്ങനെ ഒരാളേ ഇല്ല ഇപ്പോ. ഇല്ല. ഉപ്പാനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് മരണപ്പെട്ടു പോയ ഉപ്പാക്ക് ശേഷം ആ ഉപ്പ സ്നേഹിച്ചിരുന്നവരെ സ്നേഹിക്കുക, ആ ഉപ്പ പരിഗണിച്ചിരുന്നവരെ പരിഗണിക്കുക. അതതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ലീവുകളിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ടൂർ പ്ലാൻ ചെയ്യാം അല്ലെ? ലീവിന് പോകുമ്പം എവിടെയൊക്കെ നമുക്ക് പോകണം, എവിടെയൊക്കെ കറങ്ങണം അല്ലെ? ഭാര്യയും മക്കളും ഉപ്പയും മക്കളും ഇരുന്നിട്ട് പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ്ങിൽ എന്തുകൊണ്ട് നമുക്ക് ഇന്നിന്ന കുടുംബക്കാരടുത്ത് ഇപ്രാവശ്യം നിർബന്ധമായിട്ട് പോകണം, ഇന്നിന്ന ആളുകൾക്ക് നമുക്ക് ഇന്നിന്ന സഹായങ്ങൾ ചെയ്യണം. ഈ രൂപത്തിലുള്ള പ്ലാനിങ്ങൾ പ്രിയപ്പെട്ടവരെ നടക്കണം. പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രൂപത്തിലാണ് കുടുംബ ബന്ധത്തെ നമുക്ക് പഠിപ്പിച്ചത്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ചിലർ കുടുംബ ബന്ധം എന്ന പേരിൽ സർവ്വ തോന്നിവാസങ്ങളിലും പങ്കെടുക്കുന്ന ആളുകൾ, കുടുംബ ബന്ധം എന്ന പേരിൽ സർവമോശത്തരത്തിലും പങ്കെടുക്കുന്ന ആളുകൾ. കുടുംബ ബന്ധമല്ലേ അവർക്കുള്ള ഒരു എന്താണ്, ഒരു പൊടിയാണെന്ത്, ഒരു കണ്ണിൽ പൊടിയിടലാണ്. കുടുംബ ബന്ധം ചേർക്കണ്ടേ? കുടുംബ ബന്ധം ചേർക്കണ്ടേ എന്ന പേരിൽ ശിർക്കും ബിദ്അത്തും നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുക പാടില്ല. കുടുംബ ബന്ധം മറുഭാഗത്ത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒന്നും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഒരു കുടുംബക്കാരൻ കല്യാണത്തിന് വിളിച്ചു, മോളെ കല്യാണത്തിന് വിളിച്ചു. കല്യാണം, നിക്കാഹ് സുന്നത്തായ അമലാണ്. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയ കല്യാണമല്ല. പാട്ടും കൂത്തും സർവ്വ തോന്നിവാസവും, നാട്ടിൽ കിട്ടാവുന്ന ഹറാമുകളെല്ലാം ഒരുമിച്ച് കൂടുന്നൊരു കല്യാണം. അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്ഥലത്ത് പോയിട്ട് കാണാൻ പറ്റുന്ന ഹറാമുകൾ ഒറ്റ സ്ഥലത്ത് കാണണോ? നിങ്ങൾ കല്യാണപ്പുരയിൽ വന്നാൽ മതി. അവിടെ പെണ്ണുമാണും ഡാൻസ് കളിക്കുന്നത് കാണാം, പാട്ടുവിട്ട് ചെറുപ്പക്കാരെ തുള്ളുന്നത് കാണാം. മോശമായ സർവ്വതും ഒരുമിച്ച് കൂടുന്ന നിക്കാഹുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾ. എന്നിട്ട് നമ്മൾ കുടുംബ ബന്ധത്തിന്റെ പേരിൽ ആ കല്യാണത്തിൽ പോയിട്ട് നമ്മളും ആ പാട്ടും ഡാൻസും കളിച്ചാടാണ്. വല്ലാഹി ഹറാമാണ്. അങ്ങനെയുള്ള ബന്ധത്തെ പണ്ഡിതന്മാർ ശക്തമായിട്ട് നിർത്തും. അങ്ങനത്തെ ബന്ധത്തിന്റെ പേരിൽ പോകാൻ പാടില്ല. ഷിർക്ക് നടക്കാണ്, ഷിർക്കിയായ കാര്യങ്ങൾ നടക്കാണ്, ബിദ്അത്തായ ഒരു പരിപാടിയാണ് നടക്കുന്നത്. അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത, അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തരാത്ത, അല്ലെങ്കിൽ ഒരു നിലക്കും ഇസ്ലാമിൽ തെളിവില്ലാത്ത, അനുവാദമില്ലാത്ത ചില ഫംഗ്ഷനുകൾ നമ്മളെ ക്ഷണിക്കപ്പെടുകയാണ്. മാന്യമായിട്ട് നമുക്ക് അവരോട് ദീന് സംസാരിക്കാൻ പറ്റണം. ചിലർ ചോദിക്കും, എന്താ അവൾ ചെയ്യേണ്ടത്? അവരോട് മാന്യമായിട്ട് പറയണം, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ഇനി കുടുംബ ബന്ധത്തിന്റെ പേരിൽ
നമുക്ക് ആ കുടുംബ ബന്ധം നിലനിർത്താനാവുന്ന ഹിക്മത്തുകൾ നമുക്ക് അവിടെ പ്രയോഗിക്കാം. നമുക്ക് കല്യാണത്തിന്റെ ഈ പറഞ്ഞ തോന്നിവാസം നടക്കുന്ന ദിവസം പോകണ്ട, തലേന്ന് പോയിട്ട് ആ വീട്ടുകാരെ കണ്ട് തിരിച്ചു വരാൻ നമുക്ക് പറ്റാം. നമുക്കൊരു പക്ഷെ സാധിക്കാം, എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് വരാൻ പറ്റൂല, ഞാൻ അവിടെ തലേന്ന് വരാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം ഞാൻ വരാം എന്ന രൂപത്തിൽ ആ ബന്ധം അവിടെ നിലനിൽക്കണം. അതോടൊപ്പം അവിടെ നടക്കുന്ന തെറ്റുകളിൽ, തിന്മകളിൽ നമുക്ക് യോജിക്കാനും പറ്റൂല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലരൊക്കെ പറയാം, ഓ കുടുംബം, നിങ്ങൾക്ക് കുടുംബമില്ല, കുടുംബ ബന്ധമില്ല. എന്തുകൊണ്ടില്ല? നിങ്ങൾ ചെയ്യുന്ന തിന്മകളിൽ പങ്കെടുക്കാൻ നമ്മളില്ല. അത് കുടുംബ ബന്ധമല്ല, അത് അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. അതുകൊണ്ട് കുടുംബ ബന്ധത്തിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ തിന്മകൾ ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. എന്നാൽ കുടുംബം വളരെ പ്രധാനമാണ്. നമ്മളെ ആഖിറത്തിൽ, നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകമാണ് കുടുംബം. അതിനെ മുറിക്കുന്നവർ, അതിനെ ഇല്ലാതാക്കുന്നവർ, അതിനെ പരിഗണിക്കാത്തവർ വലിയ കുറ്റക്കാരാണ് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. മറ്റു അമലുകളൊക്കെ ചെയ്ത്, മറ്റു നന്മകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, അവരെന്തോ ആയിക്കോട്ടെ, അതെനിക്കറിയണ്ടല്ലോ, കുടുംബക്കാര് ജീവിക്കട്ടെ എന്ന് കരുതേണ്ടവരെല്ലാം നമ്മൾ. ഇസ്ലാം സാമൂഹികമായ ഈ ഒരു കെട്ടുറപ്പ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബക്കാരെ പരിഗണിക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു നൽകുക, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പെരുമാറാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين والمسلمات واستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.